കേരള സർവകലാശാലയിൽ വിസിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് എസ്എഫ്ഐ. സർവകലാശാലയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ അടക്കം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എസ്എഫ്ഐയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് അറിയിച്ച വിസി പ്രതികാര നടപടിയെന്നോണം നിലവിലെ യൂണിയനെ അസാധുവാക്കി തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ ആരംഭിച്ചു. സർവകലാശാല യൂണിയൻ കലോത്സവം നടത്താൻ അനുമതി തരണം, കായികമേളകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ അനുവദിക്കണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ്എഫ്ഐ സർവകലാശാലയിൽ പ്രതിഷേധം ആരംഭിച്ചത്. ഇന്നലെ രാപ്പകൽ സമരത്തിൽ തുടങ്ങിയ പരിപാടി ഇന്ന് പ്രതിഷേധ മാർച്ചായി മാറി. വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് കയറാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് വഴിമുടക്കി. തുടർന്ന് സമരം രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിലായി. സംസ്ഥാന നേതാക്കൾ രജിസ്ട്രാറുമായി ചർച്ച നടത്തിയെങ്കിലും വഴങ്ങാൻ വിസി തയ്യാറായില്ല. തുടർന്ന് വീണ്ടും പ്രതിഷേധം. ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാൻ തുടങ്ങിയതോടെ പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞു. പലതവണ വിദ്യാർത്ഥികൾ പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടി. പിടികൂടിയ വിദ്യാർത്ഥികളുമായി മുന്നോട്ട് നീങ്ങിയ ബസ്സിനെ പലയിടങ്ങളിലായി പ്രവർത്തകർ തടഞ്ഞു. പ്രതിഷേധം കടുപ്പിക്കുമെന്നും അവകാശങ്ങൾ നേടിയെടുക്കുമെന്നും എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി. വിദ്യാർത്ഥിയുടെ കൈ ഉയർത്തുമ്പോൾ കൈക്ക് താങ്ങായി എസ്എഫ്ഐ ഉണ്ടാകും. ഇതിനിടെയാണ് ഫെബ്രുവരി 28 വരെ കാലാവധിയുള്ള യൂണിയനെ അസാധുവാക്കി വിസി തെരഞ്ഞെടുപ്പിനുള്ള ജനറൽ കൗൺസിൽ രൂപീകരിച്ചത്. 171 യുഇസിമാർ ഉൾപ്പെടെയുള്ള വോട്ടർ പട്ടികയാണ് പുറത്തിറക്കിയത്. ഇതോടെ കലോത്സവം നടക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.